കഴിഞ്ഞ 10 ദിവസത്തിലധികമായി കേരളം ഏറ്റവും അധികം ചർച്ച ചെയ്യുന്ന വിഷയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരായ ബലാത്സംഗ കേസുകളും രാഹുലിന്റെ ഒളിവ് ജീവിതവുമാണ്. ആദ്യ കേസിൽ ഈ മാസം 15 വരെ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞപ്പോൾ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിട്ടില്ല. ഇനി എന്താകും രാഹുലിനെതിരായ കേസുകളുടെ ഭാവി? ക്രിമിനലുകളെ വെല്ലുന്ന മെയ്വഴക്കത്തോടെ കേരള പോലീസിനെ വട്ടം കറക്കി ഒളിവിൽ തുടരുന്ന രാഹുലിനെ ആരാണ് സഹായിക്കുന്നത്? അതേസമയം രാഹുലിനെതിരെ നിലപാടെടുത്ത നടി റിനി ആൻ ജോർജിനും കുടുംബത്തിനും വധഭീഷണി നേരിട്ടു എന്നുള്ള പരാതി ഉയരുന്നുണ്ട്. ഈ വാർത്തകളിലേക്ക് വരും മുമ്പ് കൊല്ലം പുനലൂർ സ്വദേശിയായിട്ടുള്ള 2 വയസ്സുകാരിയെ അമ്മയും 3ാം ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയ ഞെട്ടിക്കുന്ന വാർത്ത കാണാം. സ്വാഗതം പോലീസ് പട്രോളിലേക്ക്. കൊല്ലം പുനലൂരിൽ 2 വയസ്സുകാരെ കാണാതായതിന്റെ അന്വേഷണം എത്തിയത് ഞെട്ടിക്കുന്ന ഒരു കൊലപാതകത്തിലാണ്. പുനലൂർ കാര്യറ സ്വദേശിനി സന്ധ്യയുടെ ചെറുമകൾ അനശ്വരയാണ് മരിച്ചത്. കുട്ടിയെ കൊലപ്പെടുത്തിയത് അമ്മ കലാസൂര്യയുടെ 3ാം ഭർത്താവ് തമിഴ്നാട് സ്വദേശി കണ്ണനാണ്. കലാസൂര്യയും കേസിൽ കൂട്ടുപ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. കൊലപാതകം നടന്നത് തമിഴ്നാട്ടിലായതിനാൽ തമിഴ്നാട് പോലീസാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കാര്യറ സ്വദേശിനിയായ സന്ധ്യ ഡിസംബർ 2-നാണ് മകൾ കലാസൂര്യയെയും ചെറുമകൾ 2 വയസ്സുള്ള അനശ്വരയെയും കാണാനില്ലെന്ന് കാട്ടി പുനലൂർ പോലീസിൽ പരാതി നൽകിയത്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സന്ധ്യയുടെ മൊഴിയെടുത്ത പുനലൂർ പോലീസ് മിസ്സിംഗ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു. തുടർന്ന് നടന്ന അന്വേഷണത്തിലാണ് ക്രൂരമായ കൊലപാതകത്തിന്റെ ചുരുളഴിഞ്ഞത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: കലാസൂര്യ തമിഴ്നാട്ടുകാരനായ കണ്ണൻ എന്നയാളുമായി ഇഷ്ടത്തിലായിരുന്നു. ഇരുവരും കഴിഞ്ഞ 2 വർഷമായി തെങ്കാശിയിലും മധുരയിലും താമസിച്ചു വരികയാണ്. കലാസൂര്യ ആദ്യം പുനലൂർ കലയനാട്ടുള്ള ഒരാളെ വിവാഹം ചെയ്തിരുന്നു. ആ ബന്ധത്തിൽ ഒരു ആൺകുട്ടിയുണ്ട്. പിന്നീട് ഇയാളെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച കലാസൂര്യ അഞ്ചൽ വടമണുള്ള മറ്റൊരാളുമായി ഇഷ്ടത്തിലായി. ആ ബന്ധത്തിൽ പിറന്നതാണ് അനശ്വര. ഇതിന് പിന്നാലെയാണ് തെങ്കാശി പുളിയറ സ്വദേശി 18 വയസ്സുള്ള കണ്ണനുമായി ഇഷ്ടത്തിലായത്. കണ്ണനും കലാസൂര്യയും കുളത്തൂപ്പുഴയിൽ വെച്ച് വിവാഹിതരായ ശേഷം മധുര ചെക്കാനൂരിലുള്ള കോഴിഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു. ഇതിനിടെ തിരികെ പുനലൂരിലെത്തിയ കലാസൂര്യയെ പോലീസ് കണ്ടെത്തി ചോദ്യം ചെയ്തപ്പോൾ കുട്ടി കണ്ണനോടൊപ്പം മധുരയിലാണെന്നും കണ്ണന്റെ അമ്മ തെങ്കാശിയിലെ അനാഥാലയത്തിലാക്കിയെന്നും പരസ്പര വിരുദ്ധമായ മൊഴികൾ നൽകി. കൂടുതൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഒരു അനാഥാലയം തെങ്കാശിയിൽ ഇല്ലെന്ന് മനസ്സിലായത്. കലാസൂര്യയെ വീണ്ടും വിശദമായി ചോദ്യം ചെയ്തപ്പോൾ 1 മാസം മുൻപ് രാത്രി കണ്ണൻ കോഴിഫാമിൽ വെച്ച് മദ്യലഹരിയിൽ അനശ്വരയെ കൊലപ്പെടുത്തിയതായി വെളിപ്പെടുത്തുകയായിരുന്നു. ഇതിനു മുൻപും കണ്ണൻ നിരന്തരം കുട്ടിയെ ദേഹോപദ്രവം ഏൽപ്പിക്കാറുണ്ടായിരുന്നുവെന്നും ഇവർ മൊഴി നൽകി. തുടർന്ന് കൊല്ലം റൂറൽ ജില്ലാ പോലീസ് മേധാവി വിഷ്ണു പ്രദീപ് IPS, പുനലൂർ സബ് ഡിവിഷൻ ASP അപർണ IPS എന്നിവരുടെ നേതൃത്വത്തിൽ പുനലൂർ സബ് ഇൻസ്പെക്ടർ രാജേഷ, ASI ശൈലജ, CPO ജംഷീദ് എന്നിവർ കലാസൂര്യയുമായി മധുര ചെക്കാനൂരണി പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം നടത്തി. തമിഴ്നാട് പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ കൊലപാതകം സ്ഥിരീകരിക്കുകയായിരുന്നു. ഒരുപാട് ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അവരിപ്പോൾ താമസിക്കുന്ന കണ്ണൻ എന്ന് പറഞ്ഞ ഹസ്ബൻഡ് ഈ കുട്ടിയെ ഒരു ദിവസം കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തി, എന്നിട്ട് ചാക്കിൽ കെട്ടി കാട്ടിൽ ഉപേക്ഷിച്ചു. അത് സഹിക്കാൻ വയ്യാതെ ഇവർ തിരിച്ചു വന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻ ചെയ്ത സമയത്ത് ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഒരുപാട് ഡിഫറൻസസ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ അന്വേഷിച്ചതിന് ശേഷം നമ്മളെ ജില്ലാ പോലീസ് മേധാവിയോട് അറിയിച്ചതിന് ശേഷം മധുരയിൽ അവിടെ പോയി നമ്മളുടെ ഒരു ടീം അവിടെ പോയിട്ട് അവിടുത്തെ തമിഴ്നാട് പോലീസുമായി കോപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് ഈ കണ്ണൻ എന്ന് പറഞ്ഞ ആളെ കണ്ടുപിടിക്കുന്നതും. തുടർന്നാണ് കണ്ണനെ അറസ്റ്റ് ചെയ്തത്. കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യുന്നതിന് കലാസൂര്യ സഹായം ചെയ്തതായി വ്യക്തമായതോടെയാണ് ഇരുവരെയും അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 പുനലൂർ. ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ അറസ്റ്റ് തടഞ്ഞ ഹൈക്കോടതി ഈ മാസം 15-ാം തീയതി വരെ അറസ്റ്റ് ചെയ്യരുത് എന്നാണ് നിർദ്ദേശം. രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ 15-ാം തീയതി വീണ്ടും പരിഗണിക്കും. അതേസമയം
ബംഗളൂരു സ്വദേശിനിയുടെ പരാതിയിലെടുത്ത രണ്ടാമത്തെ കേസിൽ രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം സെഷൻസ് കോടതി തീരുമാനമെടുത്തില്ല. ജാമ്യാപേക്ഷ തിങ്കളാഴ്ചത്തേക്ക് മാറ്റിയ കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞില്ല എന്നതും നിർണായകമാണ്. ഈ കേസിൽ മൊഴി രേഖപ്പെടുത്തുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വിവരം. അതേസമയം രാഹുൽ ഒളിവിൽ തുടരുകയാണ്. ആദ്യം രജിസ്റ്റർ ചെയ്ത ബലാത്സംഗ കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് ഹൈക്കോടതി തൽക്കാലത്തേക്ക് തടഞ്ഞത്. വിശദമായ വാദം കേട്ട ശേഷം തീരുമാനിക്കാമെന്ന് വ്യക്തമാക്കിയ കോടതി ഈ മാസം 15-ലേക്ക് കേസ് മാറ്റി. വിശദമായ വാദം കേൾക്കണമെന്നും അറസ്റ്റ് തടയരുതെന്നും പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടെങ്കിലും കോടതി പരിഗണിച്ചില്ല. പരാതി നൽകാനുണ്ടായ കാലതാമസം, പരാതി നേരിട്ട് മുഖ്യമന്ത്രിക്ക് നൽകിയത് രാഷ്ട്രീയ പ്രേരിതമാണ് തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകുമ്പോൾ ബലാത്സംഗ പരാതി ഉന്നയിക്കുന്നത് അനുചിതമെന്ന സുപ്രീം കോടതി വിധിന്യായങ്ങൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടിയാണ് 57 പേജുള്ള ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ പറയുന്നത് ഗുരുതര സ്വഭാവമുള്ള ആരോപണങ്ങളാണെന്നും വിശദമായ വാദം ആവശ്യമെന്നും കോടതി നിലപാടെടുത്തു. കേസിൽ മുൻവിധിയില്ലെന്നും കോടതി വ്യക്തമാക്കി. തിരുവനന്തപുരം നേമം സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കേസിൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം തള്ളിയതോടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഹൈക്കോടതിയിലെത്തിയത്. ഹൈക്കോടതി തീരുമാനം പുറത്തുവന്നതിനു പിന്നാലെയാണ് 2 കേസിലും രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ബംഗളൂരുവിൽ താമസമാക്കിയ 23 വയസ്സുകാരി നൽകിയ പരാതിയിൽ എടുത്ത ഈ കേസിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി തിങ്കളാഴ്ച പരിഗണിക്കും. കേസിൽ രാഹുലിന്റെ അറസ്റ്റ് കോടതി തടഞ്ഞില്ല. കേസിൽ വിശദമായ പോലീസ് റിപ്പോർട്ട് തിങ്കളാഴ്ച സമർപ്പിക്കണമെന്ന് കോടതി പ്രോസിക്യൂഷനോട് നിർദ്ദേശിച്ചു. ആദ്യ കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചത് പ്രതിഭാഗം അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. രണ്ടാമത്തെ കേസും രാഷ്ട്രീയ പ്രേരിതമാണ് എന്നാണ് അഭിഭാഷകൻ വാദിച്ചത്. എന്നാൽ കേസിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അതുകൊണ്ട് ജാമ്യം അനുവദിക്കരുതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. ഈ കേസിൽ യുവതിയുടെ മൊഴി രേഖപ്പെടുത്താൻ ഇതുവരെ പോലീസിനായിട്ടില്ല. മൊഴി രേഖപ്പെടുത്തുന്നതുവരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാകില്ല എന്നാണ് വിവരം. അതേസമയം 10 ദിവസമായിട്ടും രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നതോടെ പോലീസിനെതിരെയുള്ള വിമർശനം ശക്തമാവുകയാണ്. പോലീസിന്റെ നീക്കങ്ങൾ രാഹുലിന് ചോർത്തിക്കിട്ടിയതായാണ് വിവരം. മൈസൂരുവിലും ബംഗളൂരുവിലുമായാണ് രാഹുൽ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ പരാതി നൽകിയ യുവതിക്കെതിരെ സൈബർ ആക്രമണം തുടരുകയാണ്. അരിസ്റ്റോ ഷാജി എന്ന FB പേജിലൂടെയാണ് പരാതിക്കാരിക്കെതിരായ അധിക്ഷേപ പോസ്റ്റ് പ്രചരിക്കുന്നത്. സൈബർ ആക്രമണത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് സൈബർ ക്രൈം പോലീസ് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് 18 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ആദ്യമായി പൊതുശ്രദ്ധയിൽ കൊണ്ടുവന്നത് നടിയും മാധ്യമപ്രവർത്തകയുമായ റിനി ആൻ ജോർജ് ആണ്. ഇതിന്റെ പേരിൽ കടുത്ത സൈബർ ആക്രമണം റിനിക്ക് നേരിട്ടിരുന്നു. ഏറ്റവും ഒടുവിൽ റിനിയുടെ വീടിന് മുൻപിൽ നേരിട്ടെത്തി വധഭീഷണി മുഴക്കി. രാഹുൽ മാങ്കൂട്ടത്തിലെ തൊട്ടാൽ കൊന്നു തള്ളും എന്നായിരുന്നു ആ ഭീഷണി. റിനിയുടെ പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. റിനിയുടെ വടക്കൻ പറവൂരിലെ വീടിന് മുമ്പിലെത്തിയാണ് ഭീഷണി മുഴക്കിയത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെ ഒരു വ്യക്തി വീടിന് മുമ്പിലെത്തി ഗേറ്റ് തുറക്കാൻ ശ്രമിച്ചെന്ന് റിനി പറയുന്നു. ശബ്ദം കേട്ട് വീട്ടുകാർ ഇറങ്ങി വന്നപ്പോൾ അയാൾ സ്കൂട്ടറുമെടുത്ത് സ്ഥലം വിട്ടു. അതത്ര കാര്യമാക്കിയില്ലെന്നും എന്നാൽ 10 മണിയോടെ മറ്റൊരാൾ വീടിന് മുമ്പിലെത്തി ഭീഷണി മുഴക്കിയായിരുന്നുവെന്നും റിനി പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിനെ തൊട്ടാൽ നിന്നെ കൊന്നുതള്ളുമെന്നായിരുന്നു ഭീഷണി. അതിനൊപ്പം കുറെ അസഭ്യങ്ങളും വിളിച്ചു പറഞ്ഞു. പിന്നാലെ അയാൾ ബൈക്കെടുത്ത് പോയി. ഹെൽമറ്റ് വെച്ചിരുന്നതിനാൽ ആളെ തിരിച്ചറിയാനായില്ല. തുടർന്ന് രാവിലെയാണ് റിനി പോലീസിൽ പരാതി നൽകിയത്. ഇത്തരം ഭീഷണികൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ലെന്ന നിലപാടിലാണ് റിനിയും കുടുംബവും. സമൂഹ മാധ്യമങ്ങളിൽ ഈയിടെ ഭീഷണികൾ, കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. അതായത് നിനക്ക് പലിശ സഹിതം ഞങ്ങൾ തരും, തീർത്ത് കളയുമെന്നൊക്കെയുള്ള കമൻസ് ഉണ്ടായിരുന്നു. പക്ഷെ കമൻസിനെ ഞാൻ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുത്തിരുന്നില്ല. പക്ഷേ ഇന്നലെ ഇപ്പോൾ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നു പോലും ഇത്തരത്തിൽ ആക്രോശിക്കും, അത് കുറച്ച് സീരിയസ് ആയിട്ട് കാണണം എന്നുള്ളത് തന്നെയാണ്. ഈ പറഞ്ഞ പോലെ ഞാനൊരു യുവനേതാവിൻ്റെയോ പാർട്ടിയുടെ ഒന്നും പേര് പറഞ്ഞിട്ടില്ല. പിന്നെ അതിജീവിതകളായ പെൺകുട്ടികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതൊരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മൾ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. എന്തായാലും അത്തരം ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങുന്നവരല്ല ഞങ്ങൾ. ഞാനൊന്നും ആ രീതിയിൽ വളർന്നു വന്ന ഒരാളല്ല. അത്രയും തീവ്രമായ അനുഭവങ്ങളോടും അതിലൂടെ വന്ന ഒരാളാണ്.
ആദ്യമായാണ് വീടിന് മുമ്പിലെത്തി ഇത്തരത്തിലുള്ള ഭീഷണി ഉണ്ടാകുന്നത്. നേരത്തെ കമന്റുകളിലും മെസ്സേജുകളിലും ഭീഷണി ഉണ്ടായിരുന്നു. അന്ന് സൈബർ പോലീസിന് പരാതി നൽകുകയും ചെയ്തു. ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ഇനിയും ഉണ്ടാകുമെന്നാണ് കരുതുന്നതെന്നും റിനി പറഞ്ഞു. പരാതിയിൽ പോലീസ് അന്വേഷണം തുടങ്ങി. ന്യൂസ് 18 കൊച്ചി. അതിജീവിതയെ അപമാനിച്ച കേസിൽ രാഹുൽ ഈശ്വറിന് ജാമ്യമില്ല. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. രാഹുൽ ഈശ്വറിനെ 3 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടു. അതിജീവിതകൾക്കെതിരെ ഇനി പോസ്റ്റ് ഇടില്ല എന്ന് രാഹുൽ ഈശ്വർ കോടതിയിൽ സമ്മതിച്ചിരുന്നു. ഇട്ട പോസ്റ്റുകളെല്ലാം പിൻവലിച്ചുവെന്നും രാഹുൽ കോടതിയെ അറിയിച്ചു. ജാമ്യം നിഷേധിച്ചതോടെ രാഹുൽ ഈശ്വർ നിരാഹാര സമരവും അവസാനിപ്പിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനപരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപിച്ചുവെന്ന കേസിലാണ് രാഹുൽ ഈശ്വർ അറസ്റ്റിലായത്. ഒരാഴ്ചയായി രാഹുൽ ജയിലിലാണ്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ തള്ളിയത്. ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നൽകിയ ജാമ്യഹർജി രാഹുൽ ഈശ്വർ പിൻവലിച്ചിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിന്റെ FIR വീഡിയോയിൽ വായിക്കുക മാത്രമാണ് ചെയ്തതെന്ന് രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. അതിജീവിതയെ മോശപ്പെടുത്തുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടില്ല. അപമാനിക്കണമെന്ന ഉദ്ദേശമുണ്ടായിരുന്നില്ല. അത്തരം വീഡിയോ ഉണ്ടെങ്കിൽ പിൻവലിക്കാൻ രാഹുൽ തയ്യാറാണെന്നും അഭിഭാഷകൻ അറിയിച്ചു. എന്നാൽ സ്ത്രീകൾക്കെതിരായ കേസുകളുടെ FIR എങ്ങനെ പരസ്യരേഖ ആകുമെന്ന് കോടതി ചോദിച്ചു. മോശപ്പെടുത്തുന്ന വീഡിയോ പ്രചരിപ്പിച്ച ശേഷം പിൻവലിക്കുന്നതിൽ കാര്യമുണ്ടോ എന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടറും കോടതിയിൽ ചോദിച്ചു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടും രാഹുൽ അന്വേഷണവുമായി സഹകരിക്കുന്നില്ലെന്നും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ സഹായിക്കുകയാണ് പ്രതി ചെയ്തതെന്നും പ്രോസിക്യൂഷൻ വാദിച്ചു. കണ്ടെടുത്ത ലാപ്ടോപ്പിന്റെ പാസ്വേഡ് നൽകാൻ പ്രതി കൂട്ടാക്കുന്നില്ല. ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നു. ന്യായീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് പ്രതി ചെയ്യുന്നതെന്നും രാജ്യത്തെ നിയമ സംവിധാനത്തെ വെല്ലുവിളിക്കുകയാണെന്നും പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടി. ഈ വാദങ്ങൾ അംഗീകരിച്ചാണ് കോടതി ജാമ്യം നിഷേധിച്ചത്. രാഹുൽ ഈശ്വറിനെ 3 ദിവസം കസ്റ്റഡിയിൽ കിട്ടാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി. നേരത്തെയും രാഹുലിനെ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. പരാതിക്കാരിയെ തിരിച്ചറിയാൻ സാധിക്കും വിധമുള്ള വിവരങ്ങൾ പങ്കുവച്ചതായി ആരോപിച്ച് രാഹുൽ ഈശ്വർ, കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ എന്നിവരടക്കം 6 പേർക്കെതിരെയാണ് പോലീസ് കേസെടുത്തത്. ന്യൂസ് 18 തിരുവനന്തപുരം. മലപ്പുറത്ത് വൻ വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയയെ പൂട്ടി പൊന്നാനി പോലീസ്. 20-ലധികം സർവകലാശാലകളുടെ 100ഓളം വ്യാജ സർട്ടിഫിക്കറ്റുകളും മാർക്ക് ലിസ്റ്റുകളും അടക്കം പിടിച്ചെടുക്കുകയും ചെയ്തു. അന്വേഷണത്തിന്റെ പല ഘട്ടങ്ങളിലായി 10 പേരെ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പൊന്നാനിയിലെ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിലാണ് വ്യാജ സർട്ടിഫിക്കറ്റ് മാഫിയ കുടുങ്ങിയത്. കേസിലെ പ്രധാനി ഡാനി എന്ന ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് സമ്പാദിച്ചത് പുനെയിൽ 2 5 സ്റ്റാർ ബാറുകളും വിദേശത്ത് അപ്പാർട്ട്മെന്റുകളും അടക്കം കോടികളുടെ സ്വത്താണ്. ഈ വ്യാജ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് സർക്കാർ സർവീസുകളിൽ കയറിപ്പറ്റുകയോ പ്രമോഷൻ തരപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നു. വിവിധ പ്രൊഫഷണൽ കോഴ്സുകളുടെ അടക്കം 100-ലധികം വ്യാജ സർട്ടിഫിക്കറ്റുകൾ, വ്യാജ മാർക്ക് ലിസ്റ്റുകൾ, കോണ്ടാക്ട് സർട്ടിഫിക്കറ്റുകൾ, റെക്കമെൻഡേഷൻ സർട്ടിഫിക്കറ്റുകൾ. പൊന്നാനി CV ജംഗ്ഷനിൽ പ്രവർത്തിക്കുന്ന വിദേശ വിദ്യാഭ്യാസ റിക്രൂട്ടിംഗ് സ്ഥാപനത്തിൽ പരിശോധന നടത്തിയ പോലീസ് സംഘം ഇവ കണ്ട് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയെന്ന് തന്നെ പറയാം. സംസ്ഥാനത്ത് നടന്നതിൽ ഏറ്റവും വലിയ വ്യാജ സർട്ടിഫിക്കറ്റ് വേട്ടകളിലൊന്നായിരുന്നു പൊന്നാനിയിലേത്. പോലീസ് നടത്തിയ പഴുതടച്ചുള്ള അന്വേഷണത്തിൽ വൻ മാഫിയയാണ് കുടുങ്ങിയത്. കേരളത്തിന് പുറത്ത് വിവിധ സർവകലാശാലകളുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഇവിടെ നിന്ന് കണ്ടെടുത്തിരുന്നു. കൊറിയർ വഴി വിതരണത്തിനായി എത്തിയതായിരുന്നു ഇവ. തുടർന്ന് സ്ഥാപനം നടത്തുന്ന പൊന്നാനി പോത്തന്നൂർ സ്വദേശി ഇർഷാദിനെയും വിതരണത്തിന് വേണ്ട സഹായം ചെയ്തിരുന്ന തിരൂർ സ്വദേശികളായ രാഹുൽ, നിസാർ എന്നിവരെയും പോലീസ് അറസ്റ്റ് ചെയ്തു.
ഇവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് തിരുവനന്തപുരം സ്വദേശിയായ ജസീമാണ് സർട്ടിഫിക്കറ്റുകൾ എത്തിച്ചു നൽകുന്നതെന്ന് ബോധ്യമായി. എന്നാൽ പോലീസ് അന്വേഷിക്കുന്നതറിഞ്ഞ് ജസീം നാടുവിട്ട് ഒളിവിൽ പോയി. വിപുലമായ അന്വേഷണത്തിനൊടുവിൽ ബംഗളൂരുവിലെ ഒളിസങ്കേതത്തിൽ നിന്ന് ജസീമിനെ അറസ്റ്റ് ചെയ്തു. തെലങ്കാനയിലും വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പ്രതിയാണ് ജസീം. ചോദ്യം ചെയ്യലിൽ സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു നൽകുന്ന ഡാനി എന്ന സംഘത്തലവനെ കുറിച്ച് വിവരം ലഭിച്ചു. യഥാർത്ഥ ചിത്രമോ മേൽവിലാസമോ ഇല്ലാതെ പ്രവർത്തിച്ചിരുന്ന ഡാനി മലയാളിയാണെന്ന് പോലീസിന് വിവരം ലഭിച്ചിരുന്നു. ഇയാൾക്കായുള്ള അന്വേഷണത്തിലാണ് ശിവകാശിയിലെ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രം റെയ്ഡ് ചെയ്തത്. 1 ലക്ഷത്തിലധികം വ്യാജ സർട്ടിഫിക്കറ്റ് പ്രിന്റ് ചെയ്യാനുള്ള വിവിധ യൂണിവേഴ്സിറ്റികളുടെ മുദ്രയോടുകൂടിയ സർട്ടിഫിക്കറ്റ് പേപ്പറുകളും ഹോളോഗ്രാം സീലുകളും വൈസ് ചാൻസലർ സീലുകളും അത്യാധുനിക രീതിയിലുള്ള കമ്പ്യൂട്ടറുകളും പ്രിന്ററും ഇവിടെ നിന്ന് പിടിച്ചെടുത്തു. ഇത് ഒരു സെൻട്രലൈസ്ഡ് നെറ്റ്വർക്കിൽ നിന്ന് കിട്ടുന്നതാണെന്ന്, അത് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്തെന്ന അല്ല എന്നുള്ളത് മനസ്സിലാക്കി. തുടർന്ന് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചു. അങ്ങനെ ബാംഗ്ലൂരിലത്തെ അന്വേഷണത്തിനകത്ത് നിന്ന് മനസ്സിലാക്കിയത് ഈ പ്രിന്റിംഗ് എല്ലാം നടക്കുന്നത് തമിഴ്നാട് സംസ്ഥാനത്തെ ശിവകാശി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം അതിനെ തുടർന്ന് വളരെ ക്ലാൻഡസ്റ്റൈനായിട്ട് വളരെ രഹസ്യാത്മകമായിട്ടുള്ള ഒരു ഓപ്പറേഷനിൽ കൂടെ പൊന്നാനി SIയും ടീമും ശിവകാശിയിലെത്തി അവിടുത്തെ ലോക്കൽ പോലീസിൻ്റെയും കൂടി സപ്പോർട്ടോടുകൂടി ഇതിൻ്റെ ഒരു കേന്ദ്രം ബസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഒരു ഫോർജ് സർട്ടിഫിക്കറ്റ് ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ഗ്യാങ്ങിനെ പൂർണ്ണമായിട്ടും വിളിച്ചിട്ട് കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇവിടെ വെച്ചാണ് ഡാനി എന്നറിയപ്പെടുന്നത് തിരൂർ മീനടത്തൂർ സ്വദേശി ധനീഷ് ആണെന്ന് പോലീസിന് മനസ്സിലായത്. കേരളത്തിലും വിദേശത്തുമടക്കം വലിയ ആഡംബര വീടുകളും അപ്പാർട്ട്മെന്റുകളും ബിസിനസ്സും സ്വന്തമായിട്ടുള്ള ആളാണ് ധനീഷ. 12 വർഷം മുൻപും ഇയാൾ വ്യാജ സർട്ടിഫിക്കറ്റ് കേസിൽ പിടിയിലായിട്ടുണ്ട്. ധനീഷ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ വിറ്റ് സമ്പാദിച്ചവയിൽ പൂനെയിലെ 2 5 സ്റ്റാർ ബാറുകളും വിദേശത്ത് അപ്പാർട്ട്മെന്റുകളും ഉൾപ്പെടുന്നു. പോലീസ് തെരയുന്നതറിഞ്ഞ് വിദേശത്തേക്ക് രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടെ കുന്ദമംഗലത്ത് വെച്ചാണ് ധനീഷിനെ സാഹസികമായി അറസ്റ്റ് ചെയ്തത്. പ്രിന്റിംഗ് പ്രസ്സിലുണ്ടായിരുന്ന തമിഴ്നാട് ശിവകാശി സ്വദേശികളായ ജൈനുൽ ആബിദീൻ, അരവിന്ദ്, വെങ്കടേഷ് എന്നിവരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വലിയ സംഘം, ഒരു വലിയ റാക്കറ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിൽ ആദ്യത്തെ അറസ്റ്റായിട്ട് ഒരു ഇർഷാദിനെ, പൊന്നാനിക്കാരനായിട്ടുള്ള ഒരു ഇർഷാദിനെ നമ്മൾ അറസ്റ്റ് ചെയ്തു. അയാളോടൊപ്പം തന്നെ ഒരു നിസാറ്, മറ്റ് 2 പേരെയും കൂടി നമ്മൾ അതിനകത്ത് കസ്റ്റഡിയിലെടുത്തു. നിങ്ങൾക്ക് എല്ലാവർക്കും കാണാവുന്ന പോലെ ആയിരക്കണക്കിന്, ഏതാണ്ട് ഇപ്പം നമ്മുടെ കയ്യിലുള്ളത് തന്നെ മോർ ദാൻ 80,000 ഡ്രാഫ്റ്റ് സർട്ടിഫിക്കറ്റുകൾ, അത് പ്രിന്റ് ചെയ്തതും പ്രിന്റ് ചെയ്യാത്തതാണ് ഇന്നിവിടെ നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് അവിടെ സീസ് ചെയ്തത്. അവിടെ നിന്ന് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ലാപ്ടോപ്പുകൾ, ഡെസ്ക്ടോപ്പുകൾ, മൾട്ടി ഫങ്ഷൻ പ്രിന്റേഴ്സ്, വ്യത്യസ്തങ്ങളായിട്ടുള്ള സീലുകൾ, ഹോളോഗ്രാമുകൾ, അങ്ങനെ ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് അവിടെ ഒരു വീട് പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അവിടെ നിന്ന്. ഒരാളിൽ നിന്ന് 75,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെ ഈടാക്കിയാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയിരുന്നത്. ഇതുമായി വിദേശത്ത് നിരവധി ആളുകൾ വിവിധ സ്ഥാപനങ്ങളിൽ ജോലിക്ക് ചേർന്നതായും പല വിദേശ എംബസികളും ഇവരുടെ വ്യാജ സർട്ടിഫിക്കറ്റുകൾ അറ്റസ്റ്റ് ചെയ്തിട്ടുള്ളതായും പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉപയോഗിച്ച് ആരെങ്കിലും സർക്കാർ സർവീസുകളിൽ കയറിപ്പറ്റുകയോ പ്രമോഷൻ തരപ്പെടുത്തുകയോ ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് പ്രത്യേകം പരിശോധിക്കുന്നുണ്ട്. കേരളത്തിലും കർണാടകയിലുമായി 1 മാസത്തോളം നീണ്ട അന്വേഷണത്തിലാണ് പ്രതികളെയും തൊണ്ടിവസ്തുക്കളും പിടികൂടിയത്. മലപ്പുറം ജില്ലാ പോലീസ് മേധാവി R. വിശ്വനാഥിന്റെ മേൽനോട്ടത്തിൽ തിരൂർ ഡിവൈഎസ്പി AJ ജോൺസൺ, പൊന്നാനി പോലീസ് ഇൻസ്പെക്ടർ S. അഷ്റഫ്, SIമാരായ ബിവിൻ CV, ആൻഡോ ഫ്രാൻസിസ്, ജയപ്രകാശ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. ന്യൂസ് 18 തിരൂർ. കോഴിക്കോട് നടക്കാവിൽ ബീഫ് ഫ്രൈയെ ചൊല്ലി യുവാക്കൾ തമ്മിൽ കയ്യാങ്കളി. ഹോട്ടലെത്തിയ 2 സംഘങ്ങൾ തമ്മിലാണ് സംഘർഷമുണ്ടായത്. ബീഫ് ഫ്രൈ വാങ്ങി നൽകണമെന്ന് ഒരു സംഘം ആവശ്യപ്പെട്ടതാണ് പ്രകോപന കാരണം. പോലീസ് എത്തിയിട്ടും അടി തുടർന്ന യുവാക്കളെ ബലം പ്രയോഗിച്ചാണ് പിടിച്ചുമാറ്റിയത്. അതേസമയം യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടില്ല എന്നാണ് വിവരം. നടക്കാവിലെ ഹോട്ടലിലെത്തിയ ആദ്യ സംഘം പിന്നാലെ എത്തിയ സംഘത്തോട് ബീഫ് ഫ്രൈ വാങ്ങി നൽകാൻ ആവശ്യപ്പെട്ടതോടെയാണ് സംഭവത്തിന്റെ തുടക്കം. വാങ്ങി നൽകാനാകില്ലെന്ന് പറഞ്ഞതോടെ ഇരുകൂട്ടരും തമ്മിൽ വാക്കേറ്റമായി. ഇതോടെ ഹോട്ടലിൽ നിന്നിറങ്ങാൻ ജീവനക്കാർ ആവശ്യപ്പെട്ടു.
പുറത്തിറങ്ങിയതോടെ ഇരുകൂട്ടരും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. സംഭവം അറിഞ്ഞ് പോലീസ് എത്തിയിട്ടും യുവാക്കൾ ഏറ്റുമുട്ടൽ തുടർന്നു. ഇതിനിടയിൽ ഒരു യുവാവ് ബോധരഹിതനായി വീണു. ഇയാളെ ആശുപത്രിയിലേക്ക് ആംബുലൻസിൽ കയറ്റിവിട്ട ശേഷം പോലീസ് മറ്റു യുവാക്കളെ കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. സംഘർഷം കാരണം അരമണിക്കൂറിലധികം നഗരത്തിൽ ഗതാഗതം സ്തംഭിച്ചു. അതേസമയം യുവാക്കൾക്കെതിരെ കേസെടുത്തിട്ടില്ലെന്നാണ് വിവരം. ന്യൂസ് 18 കോഴിക്കോട്. ഇടുക്കിയിൽ 10 വയസ്സുകാരിയെ പീഡിപ്പിച്ച വയോധികൻ അറസ്റ്റിലായി. രാജാക്കാട് ബന്ധുവീട്ടിലെത്തിയ വയനാട് സ്വദേശി ചാക്കോ എന്ന 74-കാരനെയാണ് രാജാക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. 5ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വൈദ്യപരിശോധന നടത്തിയപ്പോഴാണ് പീഡന വിവരം പുറത്തറിയുന്നത്. പത്തു വയസ്സുകാരിയായ 5ാം ക്ലാസ്സുകാരിക്ക് കലശലായ വയറുവേദന അനുഭവപ്പെട്ടതിനെ തുടർന്ന് വീട്ടുകാർ ആശുപത്രിയിലെത്തിക്കുകയായിരുന്നു. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് പീഡന വിവരം അറിയുന്നത്. വയനാട് സ്വദേശിയായ ചാക്കോ എന്ന 74-കാരനാണ് കുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് രാജാക്കാട് മേഖലയിൽ എത്തിയത്. ഇതിനിടെ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയെന്ന വിവരം മനസ്സിലാക്കിയ ഇയാൾ ഉടൻ തന്നെ രാജാക്കാട്ട് നിന്നും വയനാട്ടിലേക്ക് മടങ്ങി. സംഭവം അറിഞ്ഞുടനെ തന്നെ രാജാക്കാട് പോലീസ് അന്വേഷണം ആരംഭിക്കുകയും SHO വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘം വയനാട്ടിൽ നിന്ന് പ്രതിയെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് 18 ഇടുക്കി. പാലക്കാട് തിരുമിറ്റക്കോട് കാറ് തടഞ്ഞു നിർത്തി തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി വ്യവസായിയെ തട്ടിക്കൊണ്ടുപോയി. കൂറ്റനാട് ചെറുതുരുത്തി പാതയിൽ ദുബായ് റോഡ് ഭാഗത്ത് രാത്രി 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. മുഖംമൂടി ധരിച്ചെത്തിയവരാണ് അക്രമം നടത്തിയത്. കൂട്ടുപാത മുതൽ കാറിനെ പിന്തുടർന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തി തടഞ്ഞു നിർത്തുകയായിരുന്നു. കോഴിക്കോട് മിംസ് ഹോസ്പിറ്റൽ ഡയറക്ടർ മുഹമ്മദ് അലിയാണ് തട്ടിക്കൊണ്ടുപോയത് എന്നാണ് വിവരം. സംഭവത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വന്നിട്ടില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി. പോലീസ് പെട്രോൾ പൂർണ്ണമാവുകയാണ്.